മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കൂ. സങ്കടം കണ്ടാ വായി പറയോ നോക്കാനും വയ്യ. ഒരു ചെറിയൊരു കോഴിക്കുഞ്ഞാണ് നിങ്ങളുടെ. ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ആക്ച്വലി ഒരു ബീച്ചിൽ പോകണുണ്ടോ. ബീച്ചിന്റെ പേര് അറിയത്തില്ല, കാരണം നമ്മളുടെ ഒരു ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, അവരും കൂടെ നമ്മളിവിടെ വരുന്നുണ്ട്. അവരാണ് ഇത് പറഞ്ഞത്, ഈ ബീച്ച് പറഞ്ഞത്. നമ്മൾ ഇതിന് മുമ്പ് പോയിട്ടില്ല കേട്ടോ. ഗോൾഡ് കോസ്റ്റിന് തൊട്ടടുത്ത് തന്നെ. ഗോൾഡ് കോസ്റ്റ് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ബീച്ചാണ്. നമ്മൾ ഗോൾഡ് കോസ്റ്റ് ബീച്ചിൽ പോയിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സോ ലെറ്റ്സ് സീ. നമ്മൾ ഇനി ഇവിടുന്ന് ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇന്ന് ട്രെയിനിൽ പോകാൻ പോകുന്നത്. ശരി, ഇപ്പം വീട്. സോ ഞാനിങ്ങനെ നടക്കും. സോ എൻ്റെ ഹസ്ബൻഡിനെ കാണിച്ചു തരാം. രണ്ട് വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരെ പോലെ ഇല്ലേ, ഒരാള് ഫ്രണ്ടിൽ കൂടെ, ഒരാള് 1 മീറ്റർ ബാക്കിൽ കൂടെ നടക്കും. ആദ്യം തെറ്റിച്ച്. സോ ഇതാണ് എൻ്റെ ന്യൂ ഫ്രണ്ട് ലിമ. So she's from Bangladesh. Okay, so hi. So ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടുത്തെ ട്രെയിനിൽ പോകുന്നത്. സോ ഇങ്ങനെ എന്താ പറയുക, ട്രെയിനിൽ പോകുന്നതെന്ന് പറയുന്നത് തന്നെ ഒരു ഇതാണ്. ഇതുവരെ വന്നിട്ട് പോയില്ലെന്ന് പറയുന്നത് ഒരു നാണക്കേടാണ് സത്യം പറഞ്ഞാൽ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷൻ. ഇത് ഇവിടുത്തെ ഒരു ചെറിയൊരു സ്റ്റേഷനാണ്. കുഞ്ഞു കുഞ്ഞു ലോക്കൽ ഓട്ടം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഒരുപാട് വലിയ ട്രെയിൻ സ്റ്റേഷനൊന്നും അല്ല. ഇത് ഈ വരുന്ന ട്രെയിനിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഈ ട്രെയിനിൽ കയറിയിട്ട് പിന്നെ നമ്മൾ ഒരു ബസ്സിലും കൂടെ പോകുമ്പോഴാണ് നമ്മൾ കറക്റ്റ് സ്ഥലത്തെത്തുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴാണ് അവരുടെ അടുത്ത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ. കാരണം ഇന്ന് എടുത്ത ഡിസിഷനാണ് ഇന്ന് വരുന്നെന്നുള്ളത്, വേറെ ഒന്നും പ്ലാൻ ചെയ്തില്ല. സോ ഞാൻ ഒരു കാര്യം പറയാമേ, ഇത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ട്രെയിനാണ്. ഞാൻ നാട്ടിലും ട്രെയിനിൽ പോയിട്ടില്ല, ഇവിടെ വന്നിട്ടും ട്രെയിനിൽ പോയിട്ടില്ല. ഓസ്ട്രേലിയയിൽ കന്നി യാത്ര. അതെ, ഓസ്ട്രേലിയ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഇവിടുത്തെ ആകാശം അന്നേ പറയുള്ളൂ കേട്ടോ. കാരണം പടം വരച്ച പോലെ ഇരിക്കും ആകാശം. കാരണം ഇവിടെ അത്രയും പൊല്യൂഷനും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. എൻ്റെ ഹസ്ബൻഡിന് അത് ഏറ്റവും ഇഷ്ടമല്ല കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴുണ്ടല്ലോ പുള്ളി ഒന്ന് ഡ്രൈവ് ചെയ്യും, ഞാൻ ഒട്ടും കമ്പനി കൊടുക്കാതെ ഞാൻ കിടന്ന് ഉറങ്ങും. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? നല്ല ഐഡിയ ഉണ്ടോ? എനിക്ക് ഒരു ഐഡിയ ഇല്ല. പയ്യൻ അറിയാവുന്ന ഒരു ബീച്ചാണ്. സോ നമ്മൾ പുള്ളിയെ ഫോളോ ചെയ്ത് പോവാണ് കേട്ടോ. സോ ഇനി നമുക്ക് കുറച്ചുകൂടെ പോയാൽ മതി കേട്ടോ. അപ്പോൾ ഒരു ബസ് നമ്മൾ കിട്ടി, ആ ബസ്സിൽ കയറി പോവാമെന്ന് വിചാരിക്കുന്നത്. പോകുന്ന വഴിക്ക് ഒരു പണി കിട്ടി. നമുക്കിവിടെ ഒരു ട്രാൻസ്ലിങ്ക് കാർഡ് എന്നുള്ളൊരു കാർഡുണ്ട്. ആ കാർഡിലാണ് നമ്മൾ പൈസയൊക്കെ കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ട്രെയിനിലായാലും ബസ്സിലായാലും. എൻ്റെ ഹസ്ബൻഡിൻ്റെ കാർഡ് കളഞ്ഞു പോയി. സോ പുള്ളി ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ആ ലുക്കുണ്ട്. അതിൻ്റെക്ക് ബാക്കിലൊരു ചെറുക്കൻ ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ അപ്പോഴും കണ്ടില്ല, ഇപ്പോഴാണ് ഞാനത് കാണുന്നത് കേട്ടോ. ആ പയ്യനാണെങ്കിൽ ഫുൾ അലമ്പായിരുന്നു, ബസ്സിൽ കിടന്ന് ബഹളം വയ്പ്പായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു ചെറുക്കനായിരുന്നത്. അങ്ങനെ നമ്മള് ബീച്ചിനടുത്ത് എത്തി. ഈ സ്ഥലം കുറേം കൂടി കാമാണ്, പീസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ കുറേം കൂടി നല്ല പച്ചപ്പും ഹരിതാഭയൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനെക്കാട്ടി കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. പിന്നെ ഇവിടെ എനിക്ക് അത്രയും തണുപ്പ് തോന്നിയില്ല. കാരണം നമ്മൾ താമസിക്കുന്ന അവിടെ ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. പക്ഷെ ഇവിടെ അത്രയും തണുപ്പ് തോന്നിയില്ല, അത്രയും കാറ്റും കുറവാണ്. നമ്മൾ ഇറങ്ങിയ സമയത്ത് വരെ നല്ല തണുപ്പായിരുന്നു, പക്ഷെ ഇവിടെ എത്തിയപ്പോ വെയില്. ഫൈനലി നടന്ന് ബീച്ചിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഏകദേശം അവിടെ എത്താറായി. സോ അവിടെ എത്തിയപ്പോൾ നല്ല കാറ്റൊക്കെ വീശി തുടങ്ങി. ഈ സ്ഥലം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതുവരെ പോയിട്ടുള്ളതിൽ വെച്ചിൽ ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. അത് മാത്രമല്ല അവിടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ പോയിട്ടുള്ള സ്ഥലത്ത് പല ടൈപ്പ് ഓഫ് ആൾക്കാരെ കണ്ടു. ലൈക്ക് ഏഷ്യൻസ്, ഇൻക്ലൂഡിങ് ലൈക്ക് ഇന്ത്യൻസ് ആയാലും ചൈനീസ് എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ യൂറോപ്യൻസ് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അവർ നമ്മളെ ഭയങ്കര മീൻസ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. കാരണം നമ്മളെ കണ്ട് പരിചയമില്ലാത്ത ആൾക്കാരുടെ ഫേസ് പോലെ അവർ നമ്മളിങ്ങനെ വിയേർഡായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിലാണോ ചീത്ത രീതിയിലാണോ നോക്കിയെന്ന് എനിക്കറിയില്ല. ബട്ട് എനിവേ ബീച്ച് കിടിലം വ്യൂ ആയിരുന്നു കേട്ടോ. ബീച്ചിലോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കിടിലം വൈബായിരുന്നു. നമ്മൾ മാത്രമാണ് ഇവിടെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുള്ളത്. ബാക്കി എല്ലാരും എന്താണ് തുണി കുറവാണ്. അതെ, അതുകൊണ്ട് നമ്മളാണ് ഇവിടെ എന്താ പറയാ ഓഡ് വൺ.
ഓടുവെന്നൊക്കെ പറയുന്നത്. പയ്യന്മാര് മാത്രം വന്നാൽ മതിയായിരുന്നു. ആ ഒരു മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കൂ. സങ്കടം. കണ്ടാ വായി പറയോ നോക്കാനും വയ്യ. ഒരു ചെറിയൊരു കോഴിക്കുഞ്ഞാണ് നിങ്ങളടുത്ത് നിൽക്കുന്നതെന്ന് മനസ്സിലാവും. പുറത്തോടല്ലേ. എല്ലാരും ഇങ്ങനെ ബീച്ചിൽ വന്നിട്ട് എൻജോയ് ചെയ്യാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് മാത്രം അവിടെ എന്തോ നോക്കുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല. എന്താ നോക്കുന്ന വെച്ചാൽ കക്ക കിട്ടുമോ നോക്കുവാണ്. പുള്ളി അതിൽ നിന്നാണ് കേട്ടോ ആനന്ദം കണ്ടെത്തുന്നത്. കക്ക ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് അതിങ്ങനെ വെള്ളത്തിലിടും, പുറത്തെടുക്കും, വെള്ളത്തിലിടും, പുറത്തെടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുവാണ്. പിന്നെ ഈ വ്യൂ കിടിലായിരുന്നു. എനിക്ക് എത്രത്തോളം ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷേ കിടിലം വ്യൂ എന്ന് വെച്ചാൽ സൂപ്പർവായിരുന്നു കേട്ടോ അത്. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ഒരു ചെറിയൊരു ടൗൺ ആണ് കേട്ടോ. അധികം ആളും പേരൊന്നുമില്ല. പിന്നെ നല്ല വൈബുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്തത് നേരത്തെ വന്നിരുന്നു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ സാൻഡ്വിച്ചും അവർ ലോഡഡ് ഫ്രൈസാണ് കേട്ടോ ഓർഡർ ചെയ്തത്. കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. സമയം കണ്ടാൽ തോന്നും വളരെയധികം രാത്രിയായിരുന്നു. ആക്ച്വലി അത് 5:30 മണിയാണ് കേട്ടോ ഇവിടുത്തെ. 5:30 മണിക്ക് ഇത്രയും ഇരുട്ടാണ് ഇവിടെ. അതിനുശേഷം അവിടെ നിന്നൊരു ബസ് കിട്ടി. പിന്നെ ട്രെയിനിൽ കയറി. പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് വന്ന് നമ്മൾ വണ്ടി എടുത്തു കേട്ടോ. സോ ഗൈസ്, തണുത്ത് ചാകാറായി. പല്ലടിക്കുന്ന സൗണ്ട് കേൾക്കാല്ലേ. അപ്പൊ ഇന്നത്തെ ജാക്കറ്റ് എടുക്കാനുള്ളായിരുന്നു. സംസാരിക്കാൻ പറ്റുന്നില്ല തണുപ്പ് കാരണം. അപ്പൊ ഓക്കെ, പ്രതീക്ഷിച്ചില്ല. ബൈ.